എന്ത് നിലപാട് എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ സെല്ലുകളുണ്ട്. അവരാണത് ചിന്തിക്കേണ്ടത്. ഞാൻ അക്കാര്യത്തിലേക്ക് മുൻകൂട്ടി പറയാനോ ഒന്നും എനിക്ക് പറ്റില്ല. CBCIയുടെ സമ്മേളനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ട സംവിധാനങ്ങളെ ക്രമപ്പെടുത്താനായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവരുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനീ വന്ന സന്ദർശനത്തിന് അതുമായി യാതൊരു ബന്ധവും. തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ്, അതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. കാരണം തൃശ്ശൂർ എടുക്കണം എന്നൊക്കെയാണ് എന്റെ വോട്ട് കിടക്കുന്നത് ഹൈദരാബാദിലാണ്. അതുകൊണ്ട് എനിക്ക് തൃശ്ശൂർ വോട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങളുണ്ട്. താങ്ക് യു വെരി മച്ച്. നാളെ പിതാവിന്റെ കുർബാന 9:30 മണിക്ക് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലുണ്ട്. നമ്മുടെ സാന്തോം ബൈബിൾ കൺവെൻഷൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പിതാവാണ് നടത്തുന്നത്. നാളെ രാവിലെ 9:30 മണിക്ക് പിതാവിൻ്റെ കുർബാനയും പ്രസംഗവും ഉണ്ടാവും. മോസ്റ്റ് വെൽക്കം ഇത് കവർ ചെയ്യാനായിട്ട്. സർക്കാർ പ്രതിനിധികൾ ആരെങ്കിലും പങ്കെടുക്കും? ഇന്നത്തെ ഇല്ല. ഇപ്പൊ കേരളത്തിലെ സഭയിൽ വലിയ രീതിയിലുള്ള രസ്വാരസ്യ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് സഭാധ്യക്ഷനായി വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഇത്രയും ഇതിലേക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ, തർക്കങ്ങൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി അത് നിങ്ങൾ ചോദിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകളുടെ കാരണങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള പരിഗണന എൻ്റെ ഏറ്റവും മുന്തിയ പരിഗണനയാണ്, ഏറ്റവും ആദ്യത്തെ പരിഗണനയാണ്. അതെങ്ങനെ എന്നൊന്നും എനിക്കിപ്പോഴും പറയാൻ പറ്റുകയില്ല. ഞാൻ എല്ലാവരെയും കേൾക്കണം. അതിനുശേഷം എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു ഒരു തീരുമാനം എത്തിപ്പെടാൻ നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മതി. ഏകീകൃത കുർബാനയെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോഴും എറണാകുളം അങ്കമാലി അതിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ അത് ഇനി ഏത് രീതിക്ക് നമുക്കറിയാം, ഒരുപാട് സംഭവം നടന്നു കഴിഞ്ഞു. അതേക്കുറിച്ചൊന്നും തന്നെ പരസ്യമായിട്ടുള്ള ഒരു നിലപാട് എനിക്ക് പറയാൻ ആഗ്രഹമില്ല. ഞാനത് പറയാൻ കാരണം അവരൊക്കെയായിട്ട് എനിക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 10 വർഷമായിട്ട് ഹൈദരാബാദ് ഔട്ട്സൈഡ് കേരളയാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല. കേരളത്തിലുള്ള ഒരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കാലാവസ്ഥയായിട്ടൊന്ന് ഇണങ്ങട്ടെ. അത് സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇപ്പോൾ ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ടോം, ഈ സന്ദർശനത്തെ ഒരിക്കലും തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല, അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ഈ സന്ദർശനത്തിന് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് റാഫേൽ തട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? സ്വാഭാവികമായും സിറോ മലബാർ സഭയുടെ മേഖല ആർച്ച് ബിഷപ്പ് ചുമതലയേറ്റെടുത്ത ശേഷം മാർ റാഫേൽ തട്ടിൽ ഭരണതലത്തിലുള്ള വിവിധ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ നേരിട്ട് പോയി അദ്ദേഹം കണ്ടത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെയാണ് മാർ റാഫേൽ തട്ടിൽ ഡൽഹിയിൽ എത്തുന്നത്. പിന്നീട് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു ആഗ്രഹം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി പങ്കുവച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ്, അതായത് രാവിലെ ഒരു 11:00 ശേഷമാണ് കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതി നൽകിയത്. മാർ റാഫേൽ തട്ടിലിനൊപ്പം ഫരീദാബാദ് രൂപ അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയും ഉണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ എന്തായാലും അതിനുശേഷം ഈ കൂടിക്കാഴ്ച ശേഷം പുറത്തിറങ്ങിയ മാർ റാഫേൽ തട്ടിൽ വളരെ വ്യക്തമായി എന്താണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. കാരണം അതിനകത്ത് ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു, സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നു. താനൊരു അതായത് രാജ്യത്തെ തന്നെ, കേരളത്തിൽ തന്നെ, അതോടൊപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമായിട്ടുള്ള സിറോ മലബാർ സഭയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി അറിയിച്ചു. അതായത് എല്ലാ ഭരണകൂടവുമായും സഭ ഒത്തുചേർന്ന് തന്നെ പോകും, ആരോടും വിദ്വേഷമില്ല, ഒരിക്കലും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോടും ഒരു ഐക്യം പുലർത്തേണ്ടത് ഇല്ല എന്നത് തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലായിരുന്നു. പക്ഷെ സഭ നിലവിൽ കേരളത്തിൽ നേരിടുന്ന, രാജ്യത്ത് നേരിടുന്ന ആശങ്കകൾ, പ്രശ്നങ്ങളടക്കം അദ്ദേഹം റാഫേൽ തട്ടില് പ്രധാനമന്ത്രി ബോധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് വിവിധ വിഷയങ്ങളുണ്ട്. ഒന്ന് കാർഷിക വിഷയങ്ങൾ, കാർഷിക വിളകളുടെ വിലയില്ലായ്മ, റബ്ബറിന്റെ വില തകർച്ച, മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങള്, അതായത് കൂട്ടത്തോടെ ഇവിടെ നിന്നും പലായനം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നും മാത്രമല്ല, രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് യുവാക്കളടക്കം പോകുന്നത്. തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. ഇക്കാര്യങ്ങളടക്കം മാർ റാഫേൽ തട്ടില് പ്രധാനമന്ത്രി ബോധിപ്പിച്ചു. പ്രധാനമന്ത്രി അനുഭാവപൂർവ്വം തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു.
വളരെ ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ടോം, ഞാൻ ടോമിലേക്ക് മടങ്ങിയെത്താം. ഒരിക്കൽ കൂടി മാർ റഫേൽ തട്ടിലിന്റെ പ്രതികരണത്തിലേക്ക്. ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്നൊരു ഗവൺമെന്റിനോടുള്ള ആദരവും സഹകരണവും ഉണ്ടെന്നുള്ള ഒരു നിലപാടുമാണ്. അതുകൊണ്ട് വളരെ അജണ്ടകളൊന്നും ഇല്ലാത്ത ഒരു സന്ദർശനമാണ്. സഭയ്ക്ക് ആശങ്കയുള്ള വിഷയങ്ങൾ, മണിപ്പൂരിൽ ആശങ്കയുള്ള വിഷയങ്ങൾ, സഭയ്ക്ക് ആശങ്കയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഈ ചർച്ചയിൽ അതൊന്നും തന്നെ ഞങ്ങൾ എടുത്ത്, കാരണം അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലല്ല ഞങ്ങളുടെ ഈ സന്ദർശനം. ഈ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലേ ഇപ്പൊ ഈ നിരവധി ക്രൈസ്തവ സംഘങ്ങൾക്കെതിരെ അതിൽ നിങ്ങൾക്ക് അതൃപ്തി വളരെയധികം ആശങ്കയില്ലേ? തീർച്ചയായിട്ടും CBCIയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഡൽഹിയിലേക്ക് വന്നത്. ഒരുപക്ഷെ CBCIയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടെ കൃത്യമായും വ്യക്തമായിട്ടുള്ള ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെയൊക്കെ ബിഷപ്സ് സന്നിഹിതമായിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു ഇത്. അതിൻ്റെ ഭാരവാഹികൾ അതിന് ശേഷം, കാരണം ഞങ്ങൾ ബാക്കിയുള്ളവരൊന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഭാരവാഹികൾ CBCIയുടെ മീറ്റിങ്ങിന് ശേഷം പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവരവിടെ പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗിൽ വെച്ച് ഈ സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ പോലും സിറോ മലബാർ സഭയിലുള്ള പലരും BJPയുമായി അടുത്ത ബന്ധം വെക്കുന്നു. എന്നാൽ അതേസമയം തന്നെ അവസരം ലഭിച്ചിട്ട് മണിപ്പൂർ വിഷയമൊന്നും സർക്കാരിന് മുന്നിൽ പറയുന്നില്ല എന്നുള്ളൊരു വിമർശനം വരുന്നു എന്നുള്ളൊരു വാർത്തകൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ മീറ്റിങ്ങിൽ പൂർണ്ണമായിട്ട് സംബന്ധിച്ച ഒരാളാണ്. ഞാനുള്ള ഒരു സെഷനിലും അങ്ങനെയുള്ള ഒരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായിട്ടുള്ളൊരു അജണ്ട വെച്ചിട്ടാണ് മീറ്റിംഗ് നിർവഹിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ എവിടെ നിന്ന് വന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണം നൽകാൻ ആശങ്ക ശരിക്കും ക്രൈസ്തവ സഭയ്ക്ക് ഇല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പള്ളിക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം അസഹിഷ്ണുത വളരെ സഭയിലെ പുരോഹിതർക്കെതിരെ കേസുകൾ എടുക്കുന്ന സാഹചര്യം. അപ്പൊ അതിനെ എങ്ങനെയാ സഭ ഇനി ഒരു നേരിടാനായി പോകുന്ന അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഈ ന്യൂനപക്ഷ സമൂഹം എന്ന നിലയ്ക്കും ക്രൈസ്തവ സമൂഹം എന്ന നിലയ്ക്കൊക്കെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചൊക്കെ CBCIയുടെ മീറ്റിങ്ങിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ലോക്കൽ ബിഷപ്സും സന്നിഹിതമായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങളുടെ വിവരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഈ ചർച്ചയിൽ വന്നില്ല. ഈ ചർച്ച അങ്ങനെയുള്ളൊരു ചർച്ചയല്ലായിരുന്നു. പക്ഷെ അതൊക്കെ പറയാൻ നല്ല അവസരമായിരുന്നില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിസിറ്റായിട്ടല്ല ഞങ്ങളെ അവർ സ്വീകരിച്ചു. ഇപ്പം എന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കോർഡിയൽ ആൻഡ് ഒരു വിസിറ്റ് പോലെയാണ് ഇതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി അതിനെ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. പ്രധാനമന്ത്രി അത് പ്രത്യേകിച്ച് ആരാഞ്ഞുമില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം CBCI അതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതേ സംബന്ധിച്ച് ഗവൺമെന്റിനെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ഞാനിപ്പോൾ ഒരു വ്യക്തി, ഒരു സഭയുടെ ഒരു ലീഡർ എന്ന നിലയ്ക്കാണ് വന്നത്. പക്ഷേ CBCI എന്ന് പറയുമ്പോൾ 3 സഭകളുടെ കൂടെ ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ കാണാൻ ശ്രമിക്കും. അല്ല, അത് അതിന്റെ ഭാരവാഹികളുണ്ട്. ഈ ആശങ്ക രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളുടെ 3 സഭകളുടെ കൂടെ CBCI എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, അതും ഇതുമായിട്ട് ഇപ്പോഴും ബന്ധമില്ല. ഞാനൊരു കത്തോലിക്ക സഭയുടെ മെത്രാൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ വന്നത്. മനസ്സിലായോ? എല്ലാ സഭകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ എനിക്ക് CBCIയുടെ തന്നെ ഭാരവാഹികളുണ്ട്. അതിനൊരു പ്രസിഡന്റുണ്ട്, സെക്രട്ടറികളുണ്ട്, ഭാരവാഹികളുണ്ട്. അവരുമായി ഉള്ള കൂടിക്കാഴ്ചകൾക്ക് അവസരം അവർ നോക്കുന്നുണ്ട്. ഒരുപാട് മാസമായിട്ട് പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിച്ചിട്ടില്ല. പ്രധാനമന്ത്രി അവിടെ പോയിട്ടില്ല എന്നുള്ള ആക്ഷേപം പല സഭകളും പല പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോ മണിപ്പൂരിലുള്ള അവസ്ഥയെ എങ്ങനെയാണ് സഭ വിലയിരുത്തുന്നത്?
ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ നമ്മൾ സഭയുടെ അധ്യക്ഷൻ സഭയുടെ അധ്യക്ഷൻ നിലയ്ക്ക് ഞങ്ങൾക്ക് അക്കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾ CBCയുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഞാൻ വന്നത് അതിലല്ല. ഈ പേപ്പൽ വിസിറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? എന്താ മാർപ്പാപ്പയുടെ സന്ദർശനം ഏതെങ്കിലും മാർപ്പാപ്പയുടെ സന്ദർശനത്തെ കുറിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പത്രദ്വാരയും മറ്റൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. മാർപ്പാപ്പയ്ക്ക് സാധാരണ എല്ലാ സ്ഥലത്തും പോകാൻ ആഗ്രഹമുള്ളതുപോലെ ഇന്ത്യയിലേക്കും വരാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർപ്പാപ്പ വരുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാർപ്പാപ്പയെ ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കുന്നതാണോ രീതിയുള്ള PM അത് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീടുള്ള എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ആ നടപടികൾ ഞാൻ പറഞ്ഞു, മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ ഷെഡ്യൂളുകളിൽ ഇത് ഉൾപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ ഇന്ത്യ ഉണ്ടെങ്കിൽ പോലും അത് സമീപ ഭാവിയിൽ എന്നാണെന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഉറപ്പായിട്ടും മാർപ്പാപ്പ എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് പോലെ ഇന്ത്യയിലേക്കും വരുമെന്ന് ഞങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വ്യക്തിപരമായിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയെ ഒന്ന് കാണുക. ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ ഞങ്ങളൊരു അവസരം ചോദിച്ചപ്പോൾ അത് വളരെ ഔദാര്യത്തോടുകൂടെ അതിനെ അനുവദിക്കുകയാണ് ഉണ്ടായി. ഇന്ന് ഇവിടെ പല ഡെലിഗേഷൻസ് ഉള്ളതിൽ ആദ്യം വിളിച്ചത് ഞങ്ങളെ തന്നെയാണ്. അപ്പോൾ അത് പ്രധാനമന്ത്രിക്ക് ഞങ്ങളുടെ സമൂഹത്തോടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് എന്നെ മാറ്റി വേറെ ഡെലിഗേഷൻസിനൊക്കെ വിളിക്കാൻ പറ്റും. ഞങ്ങളെയാണ് ആദ്യം വിളിച്ചത്. ഞങ്ങളുമായിട്ട് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കുകയാണ്. ഒരു ഗവൺമെന്റിനോടുള്ള സഹകരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരോട് സഹകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പൗരന്മാരെന്ന നിലയ്ക്ക് ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കുന്നതിൽ ഞാൻ അർത്ഥം കാണും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലായി കൂടിക്കാഴ്ച എന്ന് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ ക്രൈസ്തവ സമൂഹം എന്ത് നിലപാട് എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ സെല്ലുകളുണ്ട്. അവരാണത് ചിന്തിക്കേണ്ടത്. ഞാൻ അക്കാര്യത്തിലേക്ക് മുൻകൂട്ടി പറയാനോ ഒന്നും എനിക്ക് പറ്റില്ല. CBCയുടെ സമ്മേളനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ട സംവിധാനങ്ങളെ ക്രമപ്പെടുത്താനായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവരുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനീ വന്ന സന്ദർശനത്തിന് അതുമായി യാതൊരു ബന്ധവും. തൃശ്ശൂരിൽ നിന്നുള്ള ഒരാളാണ്, അതുകൊണ്ട് കൂടിയാണ് ചോദിക്കുന്നത്. കാരണം തൃശ്ശൂർ എടുക്കണം എന്നൊക്കെയാണ് എന്റെ വോട്ട് കിടക്കുന്നത് ഹൈദരാബാദിലാണ്. അതുകൊണ്ട് എനിക്ക് തൃശ്ശൂർ വോട്ടില്ല. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങളുണ്ട്. താങ്ക് യു വെരി മച്ച്.